നമസ്കാരം. ഗാസയിൽ ഇസ്രായേലും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. ഏതാണ്ട് 27 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിക്കുന്നത്. ഇവരുടെ സംഭാഷണം ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടു നിന്നു എന്നാണ് അമേരിക്കൻ വിദേശകാര്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇരു നേതാക്കളും പ്രധാനമായി ചർച്ച ചെയ്തത് ഗാസയിൽ എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാം എന്നുള്ളതും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ എത്രയും വേഗം പുറത്തെത്തിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ അമേരിക്ക പിന്നീട് ഈ വിഷയത്തിൽ അധികം ഇടപെട്ടിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഹൂതി മുതലും ഹിസ്ബുള്ളയും എല്ലാം സജീവമായി ഹമാസിന് പിന്തുണയുമായി എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തുന്നത്. പാലസ്തീൻ എന്ന ഒരു പ്രത്യേക രാജ്യം എന്ന ആ ഒരു സങ്കല്പം അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് നേരത്തെയും നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇക്കുറിയും ഇരുവരും തമ്മിൽ നടന്ന സംഭാഷണങ്ങളിലും നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ഖാൻ യൂനീസിൽ, അതായത് ഗാസയിലെ ഖാൻ യൂനീസിൽ അതിശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയാണ്. ഏതാണ്ട് 200ഓളം പേർ ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇവരെല്ലാം ഹമാസ് തീവ്രവാദികളാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അങ്ങനെയല്ല, സാധാരണ ജനങ്ങളാണ് എന്നാണ് ഗാസയിലെ പലരും ആരോപിക്കുന്നത്. ഇക്കാര്യം വീണ്ടും അന്താരാഷ്ട്ര വേദികൾ ഉയർത്താനാണ് ഇസ്രായേൽ വിരുദ്ധരുടെ പുതിയ നീക്കവും. അതേസമയം ഹമാസ് തീവ്രവാദികളാകട്ടെ പരമാവധി വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവർ ഒരു സൈനിക ആശുപത്രിയിൽ ബോംബിട്ടു എന്ന ആരോപണം ഉന്നയിച്ചു. അതുപോലെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ നിരന്തരമായി ഇസ്രായേൽ ആക്രമിച്ച ആളുകളെ കൊല്ലുന്നു തുടങ്ങിയ ആരോപണങ്ങളും ഹമാസിൻ്റെ അനുകൂലികൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും അന്താരാഷ്ട്ര തലങ്ങളിൽ എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അമേരിക്ക ഈ വിഷയത്തിൽ സജീവമായി വീണ്ടും ഇടപെട്ടതോടുകൂടി ഒരുപക്ഷെ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയുകയില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ അവർക്ക് ഒറ്റപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒറ്റയടിക്ക് അതിനെ തള്ളിക്കളയാനുള്ളൊരവസ്ഥയിലുമല്ല ഇസ്രായേൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ പലരും ഇപ്പോൾ യുദ്ധത്തെ എതിർത്തു തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ പലരും അതിശക്തമായ ആവശ്യവുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വരെ എത്തി പ്രതിഷേധിക്കുന്ന അവസ്ഥ ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതിനേക്കാളും എങ്ങനെയെങ്കിലും ഇത് ഒത്തീർപ്പുണ്ടാക്കുക, തങ്ങളുടെ ബന്ദികളെ ജീവനോടെ ലഭിക്കുക എന്നുള്ളതും ഇസ്രായേലിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. കൂടാതെ ചില ബന്ദികളെങ്കിലും ഇവരുടെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു ഹമാസ് വെളിപ്പെടുത്തൽ അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ച് ഒരു വലിയ ഭീഷണിയാണ്.